മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി നിർണയം പേയ്മെന്റ് സീറ്റാണോ എന്ന് CPI യോഗത്തിൽ ചോദ്യം ഉയർന്നു. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. പേയ്മെന്റ് സീറ്റ് ആരോപണം നേതാക്കൾ നിഷേധിച്ചു. മണ്ണാർക്കാട് അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത യോഗമാണ് മണ്ണാർക്കാട് ചേർന്നത്. പാർട്ടിക്കാരനല്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. സീറ്റ് കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്ന് യോഗത്തിൽ ചോദ്യമുയർന്നു. മണ്ഡലത്തിലെ പ്രധാന നേതാക്കളുമായി കൂടിയാലോചിച്ചും മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തുമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് നേതാക്കൾ മറുപടി നൽകി. ഈ ആരോപണം ഉയർന്നപ്പോഴൊക്കെ ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്താകെ ആഞ്ഞടിച്ച UDF തരംഗമാണ് ഭൂരിപക്ഷം വർദ്ധിക്കാൻ ഇടയാക്കിയത്. പിണറായിത്തോടുള്ള എതിർപ്പാണ് UDF തരംഗത്തിന് ആക്കം കൂട്ടിയതെന്നായിരുന്നു യോഗത്തിന്റെ വിലയിരുത്തൽ. അലനല്ലൂർ മേഖലയിൽ UDFന് ലഭിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷത്തിനപ്പുറം കടക്കാതെ തടുക്കാൻ സ്ഥാനാർത്ഥി മൻസിൽ ബക്കറിനായി എന്നും നേതാക്കൾ പറഞ്ഞു. അട്ടപ്പാടിയിൽ UDF ലീഡ് നേടിയതെങ്ങനെയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ലെന്നാണ് വിവരം. ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചെടുത്താണ് UDF ലീഡ് നേടിയതെന്നും പ്രതിനിധികൾ നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.